രാഹുൽ ദ്രാവിഡ് ഇനി രാജസ്ഥാൻ റോയൽസിനൊപ്പമില്ല. നിർണായകമായ പ്രഖ്യാപനമാണ് റോയൽസ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. സഞ്ജു സാംസൺ ടീമിൻ്റെ നായകസ്ഥാനം ഒഴിയുമെന്നും ടീം വിടുമെന്നും അഭ്യൂഹങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായിരുന്നു. ഇതിനു പിന്നാലെയാണ് ദ്രാവിഡിൻ്റെ അപ്രതീക്ഷിത പടിയിറക്കം. ഇന്ത്യയെ T20 ലോകകപ്പ് ചാമ്പ്യന്മാരാക്കിയതിന് പിന്നാലെ പരിശീലക സ്ഥാനം ഒഴിഞ്ഞ ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസിൻ്റെ മുഖ്യ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുകയായിരുന്നു. വലിയ പ്രതീക്ഷയോടെയാണ് ദ്രാവിഡിന് കീഴിൽ രാജസ്ഥാൻ ഇറങ്ങിയതെങ്കിലും അവസാന സീസണിലെ ടീമിൻ്റെ പ്രകടനം ആരാധകരെ നിരാശപ്പെടുത്തി. 14 മത്സരങ്ങളിൽ 4 മത്സരം മാത്രമാണ് രാജസ്ഥാൻ വിജയിച്ചത്. 10 മത്സരങ്ങളിലും ടീം പരാജയപ്പെട്ടു. പ്ലേ ഓഫ് കാണാനാകാതെ 9ാം സ്ഥാനക്കാരായി രാജസ്ഥാൻ പുറത്താവുകയും ചെയ്തു. ഇതിന് പിന്നാലെ തന്നെ ദ്രാവിഡിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. ദ്രാവിഡ് രാജസ്ഥാൻ പരിശീലകനായതിനു പിന്നാലെ നടത്തിയ പല പരിഷ്കരണങ്ങളും ആരാധകരുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. സൂപ്പർ താരമായിരുന്ന ജോസ് ബട്ട്ലറെ രാജസ്ഥാൻ ഒഴിവാക്കിയത് ദ്രാവിഡിൻ്റെ തീരുമാനപ്രകാരമാണ് എന്നായിരുന്നു ആരാധകർ ആരോപിച്ചത്. നായകൻ സഞ്ജു സാംസന്റെ അഭിപ്രായം പരിഗണിക്കാതെയാണ് ദ്രാവിഡ് ഇത്തരമൊരു നീക്കം നടത്തിയതെന്ന ആരോപണവും ഉയർന്നു വന്നു. ട്രെന്റ് ബോൾട്ട്, യുസ്വേന്ദ്ര ചഹൽ എന്നിവരെയും ദ്രാവിഡ് പരിശീലകനായതോടെ രാജസ്ഥാനിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഇതിൻ്റെയെല്ലാം തിരിച്ചടിയാണ് അവസാന സീസണിൽ നേരിട്ടതെന്ന് പലരും വിമർശിച്ചിരുന്നു. എങ്കിലും ദ്രാവിഡ് സ്ഥാനമൊഴിയില്ല എന്നായിരുന്നു എല്ലാവരും കരുതിയത്. എന്തുകൊണ്ട് രാഹുൽ ദ്രാവിഡ് പരിശീലക സ്ഥാനമൊഴിഞ്ഞു? അദ്ദേഹത്തെ ടീം മാനേജ്മെൻറ്റ് പുറത്താക്കിയതാണോ? തുടങ്ങിയ സംശയങ്ങൾ ക്രിക്കറ്റ് ലോകത്ത് ഉയർന്നു വരുന്നുണ്ട്. ദ്രാവിഡിനെ പരിശീലക സ്ഥാനത്ത് നിന്ന് മാറ്റി മറ്റൊരു റോൾ രാജസ്ഥാൻ ഓഫർ ചെയ്തെങ്കിലും ദ്രാവിഡ് ഇത് നിരസിക്കുകയായിരുന്നു എന്നാണ് ഫ്രാഞ്ചൈസിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ പ്രകടനം മോശമായിരുന്നു എന്ന കാര്യത്തിൽ ദ്രാവിഡിനും മാനേജ്മെൻറ്റിനും എതിരഭിപ്രായമില്ല. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് ടീമിൻ്റെ ഘടനയുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ റിവ്യൂ നടത്തിയിരുന്നു. ഈ റിവ്യൂ നടത്തിയതിൻ്റെ ഫലമായി ദ്രാവിഡിനെ പരിശീലക സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തീരുമാനിച്ചു. എന്നാൽ അദ്ദേഹത്തെ പൂർണ്ണമായും വിട്ടുകളയാൻ ടീം മാനേജ്മെൻറ്റ് തയ്യാറായില്ല. കൂടുതൽ വിശാലമായ മറ്റൊരു റോളാണ് അദ്ദേഹത്തിന് നൽകാൻ രാജസ്ഥാൻ തയ്യാറായത്. എന്നാൽ ഈ റോൾ ഏറ്റെടുക്കേണ്ടതില്ല എന്ന് രാഹുൽ ദ്രാവിഡ് തീരുമാനിക്കുകയായിരുന്നു. പരിശീലക സ്ഥാനത്ത് നിന്ന് മാറ്റിയത് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനമായിരുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ചുരുക്കത്തിൽ കഴിഞ്ഞ സീസണിലെ മോശം പ്രകടനവും അതുമായി ബന്ധപ്പെട്ട് രാജസ്ഥാൻ റോയൽസ് ടീം ഘടന റിവ്യൂ നടത്തിയതുമെല്ലാം ദ്രാവിഡ് രാജസ്ഥാൻ വിടാൻ കാരണമായി. അതേസമയം ദ്രാവിഡ് രാജസ്ഥാന് വേണ്ടി നൽകിയ സംഭാവനകൾക്ക് നന്ദി പറയാൻ ടീം മറന്നില്ല. ദ്രാവിഡിൻ്റെ ലീഡർഷിപ്പ് താരങ്ങൾക്ക് വലിയ പ്രചോദനമായെന്നും ടീമിൻ്റെ വർഷങ്ങളായുള്ള യാത്രയിൽ ദ്രാവിഡ് മികച്ച സംഭാവനകൾ നൽകിയെന്നും രാജസ്ഥാൻ റോയൽസ് വാർത്താക്കുറിപ്പിൽ വിശദീകരിച്ചു. 2011 രാഹുൽ ദ്രാവിഡ് കളിക്കാരൻ എന്ന നിലയിൽ രാജസ്ഥാൻ റോയൽസിലെത്തുന്നത്. 2012-13 കാലഘട്ടത്തിൽ ടീമിൻ്റെ ക്യാപ്റ്റനായി പ്രവർത്തിച്ചു. 2014-15 സീസണിൽ റോയൽസിൻ്റെ മെൻറ്റർ എന്ന റോളും ദ്രാവിഡ് വഹിച്ചിരുന്നു. IPL ആകെ 89 മത്സരങ്ങളിൽ നിന്ന് 2174 റൺസാണ് ദ്രാവിഡ് നേടിയിട്ടുള്ളത്. സഞ്ജു സാംസണെ വളർത്തിക്കൊണ്ടുവന്ന വ്യക്തി കൂടിയാണ് ദ്രാവിഡ്. എന്നാൽ രാജസ്ഥാൻ്റെ പരിശീലകനായി ദ്രാവിഡ് തിരിച്ചെത്തിയ ശേഷം കഴിഞ്ഞ സീസണിൽ ഇരുവരും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. സഞ്ജു രാജസ്ഥാനിൽ തുടരാൻ ദ്രാവിഡിനെ മാറ്റണമെന്ന ആവശ്യം നേരത്തെ തന്നെ ആരാധകർ ഉയർത്തിക്കാട്ടിയതാണ്. ഇതിനിടെയാണ് ഇപ്പോൾ സർപ്രൈസായി ദ്രാവിഡിൻ്റെ പടിയിറക്കം. രാജസ്ഥാൻ റോയൽസ് തങ്ങളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെയാണ് ദ്രാവിഡ് പടിയിറങ്ങുന്ന കാര്യം ആരാധകരുമായി പങ്കുവച്ചത്. നിലവിലെ സാഹചര്യത്തിൽ സഞ്ജു ക്യാപ്റ്റനായി തുടരുന്നതാണ് രാജസ്ഥാൻ റോയൽസിന് നല്ലതെന്ന് പറയാം. പുതിയൊരു താരത്തെ നായക സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നത് രാജസ്ഥാനെ സംബന്ധിച്ച് പ്രയാസമായി മാറും. സഞ്ജുവുമായി വലിയ ആത്മവിശ്വാസം സൂക്ഷിക്കുന്ന സഹതാരങ്ങളാണ് നിലവിൽ രാജസ്ഥാൻ ടീമിനുള്ളത്. അതുകൊണ്ട് തന്നെ സഞ്ജു നായകസ്ഥാനത്ത് തുടരുന്നത് ടീമിന് ഗുണകരമായി മാറാനും അടുത്ത സീസണിൽ ശക്തമായ തിരിച്ചുവരവ് നടത്താനും ടീമിനെ സഹായിക്കുമെന്ന് തന്നെ പറയാം. അതേസമയം ദ്രാവിഡിന് പകരം കോച്ചായി ആര് രാജസ്ഥാനിൽ ഇനി എത്തുമെന്ന കാര്യം കണ്ടറിയേണ്ടതാണ്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.